വരവും നമ്മളെ ആത്മീയമായി വെളിച്ചത്തിലേക്ക് ഏറെ ബലപ്പെടുത്തുന്ന അവസരമാക്കി തീർക്കുവാണ്ടൊക്കെ നമുക്ക് സാധ്യമാകണം. ഭാരതത്തിൻ്റെ പൗരന്മാരാണെങ്കിലും വിദേശികളെന്ന് മുദ്രകുത്തപ്പെടുകയും ന്യൂനപക്ഷമാണെങ്കിലും ഇവിടെ ഭരണഘടന നമുക്ക് നൽകി തന്നിരിക്കുന്നതായ വിശ്വാസ പ്രഖ്യാപനങ്ങളെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസാചാര അനുഷ്ഠാനങ്ങളെ പ്രചരിപ്പിക്കുവാനും പ്രഘോഷിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ ഏറെ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുമ്പോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഉദാഹരണമാണെങ്കിലും രാജ്യത്തിലെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഒന്നിച്ചു നിന്നു. കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഒന്നിച്ചു നിന്നതിൻ്റെ ഭാഗമായി അവർക്കിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എങ്കിലും കേസുകൾ എഴുതി തള്ളിയിട്ടില്ല. നമ്മുടെ ഈ നന്മ നിറഞ്ഞ ഈ കൂട്ടായ്മ ഇത്രത്തോളം ശ്രേഷ്ഠമായി മുന്നോട്ട് പോകുന്നെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ തളർത്തുവാനോ തകർക്കുവാനോ സാധിക്കില്ല. നാം ഈ ദേശത്തിൻ്റെ പൗരന്മാരാണ്. നമ്മൾ ഈ ദേശത്തെ സ്നേഹിക്കുന്നവരാണ്. ആർക്കും നമ്മളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ ഓരോ വികസന വഴികളിലും പുരോഗമന പാതയിലും നമ്മുടെ മിഷണറിമാരും ക്രിസ്തീയ പ്രവർത്തകരും അത്യധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് കണ്ണുനീരൊഴുക്കിയതിൻ്റെ ഫലമായിട്ടുള്ള വികസനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഒക്കെ ലഭിച്ചിട്ടുള്ളത്. അതിനെ തമസ്കരിച്ചുകൊണ്ട് ചില ശക്തികളൊക്കെയും പ്രവർത്തിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. ഒരു വചനം മാത്രം ഞാൻ ഓർപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 26-27 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: യേശുതമ്പുരാൻ കുരിശിൽ കിടന്നുകൊണ്ട് നോക്കുമ്പോൾ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ടു. അമ്മയോട് സ്ത്രീ ഇതാ നിന്റെ മകനെന്നും യോഹന്നാനോട് യോഹന്നാനെ ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞു. ആ നിമിഷം മുതൽ അമ്മ മറിയമിനെ യോഹന്നാൻ ചേർത്തുകൊണ്ടു എന്നാണ് വായിക്കുന്നത്. തൻ്റെ പ്രിയ മാതാവ് പോലും ഒറ്റയ്ക്കായിരിക്കരുത്, ഏകാന്തത അനുഭവിക്കരുത്. തുറന്നുള്ള നാളുകളിൽ കൂട്ടായ്മ വേണം. അത് കൂട്ടത്തിലായിരിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം കൊണ്ട് യേശുതമ്പുരാൻ തൻ്റെ അമ്മയെക്കുറിച്ച് കരുതലുണ്ടായിരുന്നു. തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുവാനല്ല, സാർത്ഥക സംഘമായി 12 പേരെ ചേർത്ത് നിർത്തിയതായിട്ടും സുവിശേഷം അറിയിക്കുവാനായിട്ട് വിട്ടപ്പോൾ ഒരാളിനെയല്ല 2 പേരടങ്ങുന്നതായ ഒരു കൂട്ടത്തെയാണ് പറഞ്ഞയച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം ഒരു കൂട്ടമായി നമ്മൾ ഈ അടൂരിൻ്റെ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 36 പള്ളികൾ, വിവിധ സഭാവിഭാഗങ്ങളുടെ 36 പള്ളികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതുപോലെ അനേകരെ ചേർത്ത് നിർത്തുവാനും നമുക്കെതിരായി വരുന്ന അതേ കുടില തന്ത്രങ്ങളെയും പ്രതിലോമ ശക്തികളെയും ചെറുത്തു തോൽപ്പിക്കുവാനൊക്കെ വേണം നമുക്ക് സാധിക്കും. അതുകൊണ്ട് വ്യത്യസ്തമാണ്. അതേ അമ്മയുടെ ജൈവികമായിട്ട് മറിയാമിൻ്റെ മകനല്ല യോഹന്നാനെങ്കിലും ആത്മീയമായി അതേ തൻ്റെ അമ്മയായി ചേർത്ത് നിർത്തുവാനായിട്ട് സാധിച്ചു. അതെ, തീർച്ചയായിട്ടും യോഹന്നാൻ തന്നിൽ നിന്ന് പിറന്ന മകനല്ലെങ്കിലും അതേ യോഹന്നാനെ തൻ്റെ മകനായി ചേർത്ത് നിൽക്കുവാനായിട്ട് സാധിച്ചു. വ്യത്യസ്തങ്ങളാകുന്ന ഐഡന്റിറ്റി ഓരോ സ്വഭാവത്തിനും ഉള്ളപ്പോഴും അതിൽ നിന്നുകൊണ്ട് പല കൈവഴികളായി നമ്മൾ അതേ സഞ്ചരിച്ച് ഒരിടത്ത് എത്തിച്ചേരേണ്ടവരാണ്. അതുകൊണ്ട് പരസ്പരം ചേർത്ത് നിർത്തുവാനും കൂടി വരുവാനും ഈ കൂട്ടമായി നിന്നുകൊണ്ട് നമുക്ക് ആത്മീയമായി വളരുവാനൊക്കെ നമുക്ക് ഇടയാകട്ടെ. 3 മാസത്തിലൊരിക്കൽ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളെ വിളിച്ച്